എന്താ ഏട്ടത്തി? കോലോ മഞ്ച ആ ആളിനെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? അത് നേരിട്ട് പറഞ്ഞു. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്സാ? വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ ചെയ്താ മതി. ആരെ വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണി മാങ്ങയോ? ഉണ്ണിമായ. അലറണ്ട. അല്ല അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ? ആ അങ്ങനെ തന്നെ പറയണം. അതെ, ഉണ്ണി മായ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ട് മംഗലം മുങ്ങിട്ടോ? മംഗലം മുങ്ങിന്ന്. ഞാനാണ് ഈ കോവിലകം വാങ്ങിച്ച ആ ആള്. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? കൃഷ്ണവർമ്മ തമ്പുരാൻ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല ബൈ, നിങ്ങൾ മോള് ഇവിടുന്ന് ഒഴിയില്ലാന്ന് തന്നെയാ? ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാനെ? ഇല്ല, അറിയാഞ്ഞിട്ടല്ല, നിവൃത്തിയില്ലാത്തോണ്ട്. നിവൃത്തികേട് എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോവിലകത്തിന്റെ ഉടമസ്ഥനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഞാൻ തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ കോവിലകവും ചുറ്റുമുള്ള സ്ഥലവും അതിൽ നിൽക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ തമ്പുരാനെ ഇങ്ങോട്ട് നോക്കാം. എന്ന് വെച്ചാൽ ഫർണിച്ചറുകൾ, കിണ്ടി, കിണ്ണം, ചരുവം, ചെമ്പുകുടങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, തൂക്കുവിളക്കൽ, ഡീറ്റെയിൽ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. എല്ലാത്തിനും ചേർത്ത് അവർ ചോദിച്ച വിലയും കൊടുത്തു കഴിഞ്ഞു. പ്രശ്നം പോലീസ് സ്റ്റേഷനിലേക്കും അവിടുന്ന് കോടതിയിലേക്കും നീളും. എനിക്കതൊന്നും ഇഷ്ടമല്ല, അതിനുള്ള സമയമില്ല. നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിക്ക് ഈ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യൂ. പക്ഷേ അതല്ല ഇവിടുന്ന് ഇറങ്ങിയ ശേഷം മതി. അങ്ങനെ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ചതിച്ചല്ലേ എല്ലാരും കൂടി. നിങ്ങൾ അതിന് കൂട്ടു നിന്നു. എന്ത് വിഡ്ഢിത്തമാണ് ഈ കുട്ടി പറയുന്നത്? ഞാൻ ചതിച്ചെന്ന്, ഞാൻ ചതിച്ചു എന്ന് അറിയരുത് മോളെ. കുട്ടിയോട് അവര് ചെയ്ത വഞ്ചനയ്ക്ക് ഈ പാവം തമ്പുരാൻ എന്ത് പഴിച്ചു? അത് തിരക്കേടില്ല, കട്ടോനെ കിട്ടിയില്ലേ കിട്ടിയോനെ പിടിക്കാ. ഇനിയിപ്പോ തമ്പുരാന് ദയ തോന്നി എന്തെങ്കിലും രക്ഷയുള്ള മോളെ. തമ്പുരാന് ദയ തോന്നാൻ ബുദ്ധിമുട്ടാണ് നമ്പീശൻ. എത്രയും വേഗം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി തരിക എന്നല്ലാതെ മറ്റൊരു ഡയലോഗും ഇക്കാര്യത്തിൽ വേണ്ട. എന്റെ സ്വഭാവം ചില സമയം വളരെ ചീത്തയാണ്. ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. എന്നാലോ എന്താ ചെയ്യ? മോളു ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും. അവിടുത്തെ ചേരികൾ, സ്ലംസ്, ലോക പ്രസ്ഥ, മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി ഈ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് എന്നെ